കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വൈകാര്യമായി അല്ലെങ്കിൽ വികാരഭരിതനായിട്ട് അങ്ങ് ആക്രോശിക്കുകയാണ്. അദ്ദേഹവും സ്ഥലത്തുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മൂവാറ്റുപുഴ MLA സ്ഥലത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാം. DCC പ്രസിഡന്റ് അടക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ സ്ഥലത്തുണ്ടായിരുന്നു. ഈ അബിൻ വർക്കിക്ക് എന്താ കൂത്താട്ടുകുളം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച? എന്താണ് റോൾ അവിടെ? നിയോജകമണ്ഡലം വേറെ. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിൽ നിങ്ങളെക്കാളും ആവശ്യമില്ല എനിക്ക്. എന്റെ നിയോജകമണ്ഡലത്തിൽ വോട്ടറായ എനിക്ക്, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായ എനിക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ അവിശ്വാസ പ്രമേയത്തിൽ എന്താണെന്ന് കാര്യം എന്ന് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യം. പുതിയ പാവാടയായിരുന്നു, വലിച്ചവർ പൊട്ടിച്ചതാണ്. അപ്പൊ എന്റെ സാരി കുത്തഴിഞ്ഞു പോയപ്പോഴാണ് ഞാനത് പിടിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയും അവിടെ നിന്ന്, കാരണം ഒരു സമൂഹ മധ്യത്തിൽ ഒരു ജനപ്രതിനിധി പിന്നെ അങ്ങനെ ഒരു അവസ്ഥയെ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ, കാരണം സ്ത്രീത്വത്തെ സംരക്ഷിക്കേണ്ട ഒരു പാർട്ടിയാണ് ഇത്. എന്ത് തന്നെ ആവട്ടെ, ഞാനൊരു പിന്നെ എന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ അവിടെ എത്തിയത്. അവർ നിന്റെ പാവാടയുടെ വള്ളി പൊട്ടിയത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും, അവരറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിക്കും മീഡിയ. ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ ആണ് എന്നെ എക്സ്റേ എടുക്കാൻ നേരത്ത് എൻ്റെ വസ്ത്രം ഇതിപ്പോൾ ഇതെന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ച് പൊട്ടിച്ച പുതിയ പാവാടയായിരുന്നു, വലിച്ചവർ പൊട്ടിച്ചതാണ്. അപ്പം എൻ്റെ സാരി കുത്തഴിഞ്ഞു പോയപ്പോഴാണ് ഞാനത് പിടിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയും അവിടെ നിന്ന്, കാരണം ഒരു സമൂഹ മധ്യത്തിൽ ഒരു ജനപ്രതിനിധി പിന്നെ അങ്ങനെ ഒരു അവസ്ഥയെ നിൽക്കേണ്ടി വരിക